യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി അത് നമുക്ക് ഇതിനു മുമ്പൊരിക്കൽ വന്നതും പല കാര്യങ്ങൾ നമ്മളവിടെ ഈ ഒരു വിളിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതുമാണ്. വിശുദ്ധ ഖുർആനിൽ 89 തവണ ആവർത്തിക്കപ്പെട്ട വിളിയാണ്, നിദയാണ് യാ അയ്യുഹല്ലദീന ആമനു. അതിൽ സൂറത്തുൽ ബഖറയിൽ 7 തവണ ഈ വിളി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നത് സൂറത്തുൻ നിസായിലാണ്. 16 തവണ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി സൂറത്തു നിസായിലുണ്ട്. തുടങ്ങിയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് എന്ന് തുടങ്ങിയുള്ള ആയത്തിലാണ് നമ്മൾ ഈ വിളിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അർത്ഥവും മസ്അലകളുമൊക്കെ മനസ്സിലാക്കുകയുണ്ടായത്. അവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വിളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം അതിപ്പോഴും നമ്മൾ ഇവിടെ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്? മതാ സമീഅത ഫി തൻസീലി കലിമത യാ അയ്യുഹല്ലദീന ആമനു. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന കലിമത്ത് നീ എപ്പോൾ കേട്ടാലും ഫഅലം നീ മനസ്സിലാക്കിക്കോ അന്നല്ലദീ യത്ലൂഹു മിൻ തമാമിൽ ഖിതാബ് ഈ വിളിയെ തുടർന്ന് വരുന്നത് ഈ അഭിസംബോധനയുടെ വിളിയുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി കേട്ടാൽ അത് അഭിസംബോധനയാണ്. ഇതിനെ തുടർന്ന് വരുന്നത് ആ അഭിസംബോധനയുടെ പൂർണ്ണ രൂപമാണ്. അതൊന്നുകിൽ ഇമ്മ അംറുൻ യജിബു ഇംതിസാലു നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ നിർബന്ധമായ കൽപ്പനയായിരിക്കും. വ ഇമ്മ നഹ്യുൻ അൻ അംരിൻ യജിബു ഇജ്തിനാബു ഒന്നുകിൽ നാം വെടിയൽ നിർബന്ധമായ കാര്യത്തെക്കുറിച്ചുള്ള വിലക്കായിരിക്കും, വിരോധമായിരിക്കും. വ ഇമ്മ കലാമു യതദമ്മനു മഅന അംരിൻ ഔ ഫഹ്വ നഹ്യിൻ അല്ലെങ്കിൽ അത് കൽപ്പനയുടെ ആശയം ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും, അല്ലെങ്കിൽ വിരോധം ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും. നേരിട്ട് കൽപ്പനയോ നേരിട്ട് വിരോധമോ ആവില്ല. പ്രത്യുത കൽപ്പനയും അല്ലെങ്കിൽ വിലക്കും വിരോധവും ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും. 89 വിളികളിൽ 43 വിളികളും വ്യക്തമായ കൽപ്പനകളാണ്. നമ്മുടെ ഈ വചനം അതിൻ്റെ ഉദാഹരണമാണ്. 28 വചനങ്ങൾ വ്യക്തമായ വിരോധങ്ങളാണ്. 18 വചനങ്ങൾ നേരിട്ട് കൽപ്പനയല്ല, പക്ഷേ കൽപ്പനയെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ നേരിട്ട് വിരോധിക്കലല്ല, പക്ഷേ വിരോധത്തെ ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് 18 യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളികൾ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഈ 89 വിളികളിൽ രണ്ടാമത്തെ വിളിയാണ് സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും എന്നിടത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൽപ്പിക്കുവാനുള്ള വിളിയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ആ നേരിട്ടുള്ള കൽപ്പന അതാണ് കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും എന്നുള്ളത്. ഇവിടെ കുലു എന്നാൽ വിശ്വാസികളോട് ഭക്ഷിക്കുവാൻ കൽപ്പിക്കുകയാണ്. ഇവിടെ കൽപ്പന ഭക്ഷിക്കുവാൻ മാത്രമല്ല, മുഖ്യവും പ്രധാനവും അതാണെങ്കിലും ഭക്ഷണവും പാനീയവും ഒരുപോലെ ഉദ്ദേശമാണ്. അപ്രകാരം ഇതര ഉപകാരങ്ങളും ഉപയോഗങ്ങളും ഉദ്ദേശമാണ്. ഇമാം അബൂബക്കർ അൽ ഖല്ലാൽ അദ്ദേഹത്തിന് സുന്നയിൽ ഈ ആയത്ത് ഉദ്ധരിച്ച് ഇമാം മുജാഹിദിൻ്റെ അഭിപ്രായം നൽകുന്നുണ്ട്. അബൂബക്കർ അൽ ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുജാഹിദിൽ നിന്നുള്ള നിവേദനം കൊണ്ടുവരുന്നത് ഫിൽ ഹസ്സി അല തിജാറത്തി വസിനാഅ തിജാറത്ത് കച്ചവടം, സിനാഅത്ത് വ്യവസായം, ഈ വിഷയത്തിൽ പ്രോത്സാഹനം, പ്രേരണ എന്ന തലക്കെട്ടിന് കീഴിലാണ്. എന്താ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? അദ്ദേഹം ഈ ആയത്തോതി യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖാല അത്തിജാറ കച്ചവടം, വ്യാപാരം, അതാണ് ഇവിടെ ഉദ്ദേശം. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഇനി സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് വരാനിരിക്കുന്നു വിശുദ്ധ വചനം 267 വചനം. നമ്മളിപ്പോൾ 172 വചനത്തിൻ്റെ തഫ്സീറിലാണ്. 267 വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു അത്തിജാറ, ഉദ്ദേശം വാണിജ്യമാണ്, വ്യാപാരമാണ്, കച്ചവടമാണ് എന്ന്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ തഫ്സീറിൽ പ്രാമാണികനാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രബല ശിഷ്യനാണ്. അറത്തുൽ മുസ്ഹഫ് അല ഇബ്നു അബ്ബാസിൻ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ഞാൻ മുസ്ഹഫ് ഇബ്നു അബ്ബാസിന് അതിൻ്റെ ആദ്യാന്തം ഓതി കേൾപ്പിച്ചു. അഖിഫു ഇൻദ കുല്ലി ആയത്തിൻ മിൻഹു അസ്അലുഹു അൻഹ എന്നാണ്. ഓരോ ആയത്തും ഓതി നിർത്തി ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്.
അത്ര പ്രഗത്ഭനാണ് തഫ്സീറിൻ്റെ വിഷയത്തിൽ ഇമാം മുജാഹിദ്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇദാ ജാഅക തഫ്സീറു അൻ മുജാഹിദിൻ ഫഹസ്ബുക ബിഹി. ഇമാം മുജാഹിദിൽ നിന്നൊരു തഫ്സീർ വന്നാൽ നിനക്കത് മതി ആയത്തിൻ്റെ തഫ്സീർ വിവരണമായി എന്നാണ്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ആയത്തിൽ കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും എന്നതിൽ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന അത് കേവലം ഭക്ഷിക്കുന്നതിലും പാനം ചെയ്യുന്നതിലും പരിമിതമല്ല, പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകരിക്കുവാൻ കനിഞ്ഞതിൽ വ്യാപാരവും വ്യവസായവുമൊക്കെ നടത്താനുള്ള കൽപ്പനയാണിത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയവുമാണ്.